സഭയുടെ അടിസ്ഥാന സുവിശേഷ പ്രഘോഷണ ദൗത്യത്തിൽ ആത്മന പങ്കുചേരുന്ന മിസ്യു ടീമിന്റെ മുഖപത്രമായ മിസ്യു വൈബ്സിന്റെ ലക്കം 57 വായനയിലേക്കും കേൾവിയിലേക്കും യേശുവിന്റെ ധന്യനാമത്തിൽ ഏവർക്കും സ്നേഹ സ്വാഗതം. മിസ്യു ടീമിന്റെ ആത്മീയ ഉപദേഷ്ടാവ് റവറൻ ഡോക്ടർ ഫാദർ അഗസ്റ്റിൻ മുണ്ടിയത്ത് CMF രചിച്ച വചനം മാംസമായത് എന്തിന് എന്നുള്ള ലേഖനമാണ് ആദ്യം നാം കേൾക്കുന്നത്. വചനം മാംസമായത് എന്തിന്? റവറൻ ഡോക്ടർ അഗസ്റ്റിൻ മുണ്ടിയത്ത് CMF. ദൈവവുമായി നമ്മെ രഞ്ജിപ്പിച്ചു നമ്മെ രക്ഷിക്കുന്നതിന് വേണ്ടി വചനം മാംസമായി. ദൈവം നമ്മെ സ്നേഹിക്കുകയും നമ്മുടെ പാപപരിഹാരത്തിനായി സ്വപുത്രനെ അയക്കുകയും ചെയ്തു. പിതാവ് പുത്രനെ ലോകരക്ഷകനായി അയച്ചു. പാപങ്ങൾ നിവാരണം ചെയ്യാനായി അവിടുന്ന് ആഗതനായി. 1 യോഹന്നാൻ 4:10, 4:14, 3:5. വചനം മാംസം ധരിച്ചത് ദൈവത്തിൻ്റെ സ്നേഹം അങ്ങനെ നാം ഗ്രഹിക്കുവാൻ വേണ്ടിയാണ്. തൻ്റെ ഏകപുത്രൻ വഴി നാം ജീവിക്കേണ്ടതിനായി ദൈവം അവനെ ലോകത്തിലേക്ക് അയച്ചു. അങ്ങനെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഇടയിൽ വെളിപ്പെട്ടിരിക്കുന്നു. 1 യോഹന്നാൻ 4:9. എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. യോഹന്നാൻ 3:16. നിക്കിയ കോൺസ്റ്റാന്റിനോപ്പിൾ വിശ്വാസ പ്രമാണത്തിലൂടെ ഇങ്ങനെ നമ്മൾ ഏറ്റുപറയുന്നു: മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്നു. വിശുദ്ധ ഗ്രിഗറി നിയാസ് പറയുന്നു: രോഗഗ്രസ്തമായ നമ്മുടെ പ്രകൃതിക്ക് വൈദ്യനെ ആവശ്യമായിരുന്നു. അധപ്പതിച്ച മനുഷ്യന് സമുദ്ധാരകനെ വേണമായിരുന്നു. മൃതനായവന് ജീവദായകനെ ആവശ്യമായിരുന്നു. നന്മയുടെ ഭാഗഭാഗിത്വം നഷ്ടപ്പെട്ടവന് അത് തിരികെ കൊടുക്കുന്നവനെ ആവശ്യമായിരുന്നു. ഇരുട്ടിൽ അടയ്ക്കപ്പെട്ടിരുന്നവന് വെളിച്ചത്തിൻ്റെ സാന്നിധ്യം ആവശ്യമായിരുന്നു. ബന്ധനസ്ഥൻ രക്ഷകനെ അന്വേഷിക്കുന്നു. കാരാഗൃഹവാസി സഹായകനെ തേടുന്നു. അടിമത്തത്തിൻ്റെ നുകം വഹിക്കുന്നവരായ നമ്മൾ വിമോചകനെ കാത്തിരിക്കുന്നു. ഇവയൊക്കെ ചെറിയ കാര്യങ്ങളോ നിസാരങ്ങളോ ആയിരുന്നോ? മനുഷ്യവർഗം അത്യന്തം ദുരിതപൂർണവും അസ്വസ്ഥവുമായ അവസ്ഥയിലായിരുന്നതിനാൽ മനുഷ്യരുടെ പക്കലേക്ക് ഇറങ്ങി വരാനും അവനെ സന്ദർശിക്കാനും മേൽപ്പറഞ്ഞ കാര്യങ്ങൾ ദൈവത്തെ പ്രേരിപ്പിച്ചില്ലേ? CCC 457. നമുക്ക് വിശുദ്ധിയുടെ മാതൃകയായിരിക്കാൻ വേണ്ടിയാണ് വചനം മാംസം ധരിച്ചത്. എൻ്റെ നുകം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവിൻ. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 29-ാം വാക്യം. വഴിയും സത്യവും ജീവനും ഞാനാണ്. എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കലേക്ക് വരുന്നില്ല. യോഹന്നാൻ 14-ാം അധ്യായം 6-ാം വാക്യം. രൂപാന്തരീകരണം സംഭവിച്ച മലയിൽ വെച്ച് പിതാവ് ആഹ്വാനം ചെയ്യുന്നു: ഇവനെ ശ്രവിക്കുവിൻ. മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 7-ാം വാക്യം. അഷ്ടഭാഗ്യങ്ങളിലെ ആദർശ പുരുഷനും പുതിയ നിയമത്തിൻ്റെ മാനദണ്ഡവും അവിടുന്ന് തന്നെയാണ്. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. യോഹന്നാന്റെ സുവിശേഷം 15:12. അവിടുത്തെ മാതൃക പിന്തുടർന്ന് തന്നെ ഫലപ്രദമായി അർപ്പിക്കുന്നതാണ് ഈ സ്നേഹം. ദൈവപ്രകൃതിയിൽ നമ്മെ ഭാഗഭാക്കുകളാക്കുവാൻ വേണ്ടിയാണ് വചനം മാംസം ധരിച്ചത്. ദൈവവചനം മനുഷ്യനായി, ദൈവപുത്രൻ മനുഷ്യപുത്രനായി ദൈവവചനവുമായി ഐക്യപ്പെടുന്നതിലൂടെയും അങ്ങനെ ദത്തുപുത്രസ്ഥാനം സ്വീകരിക്കുന്നതിലൂടെയും മനുഷ്യൻ ദൈവപുത്രനായി തീരുന്നതിനു വേണ്ടിയാണിത്. വിശുദ്ധ ഐറേനോയൂസ്. നമ്മൾ ദൈവങ്ങളായി തീരാനായി അവിടുന്ന് മനുഷ്യനായി. വിശുദ്ധ അത്തനാസിയൂസ്. തൻ്റെ ദൈവത്വത്തിൽ നമ്മളെ ഭാഗഭാക്കുകളാക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ഏകപുത്രൻ നമ്മുടെ പ്രകൃതി സ്വീകരിച്ചു. മനുഷ്യരെ ദൈവങ്ങളാക്കി തീർക്കാൻ വേണ്ടി അവിടുന്ന് മനുഷ്യനായി. വിശുദ്ധ തോമസ് അക്വിനാസ്. മനുഷ്യപ്രകൃതിയിൽ മനുഷ്യരക്ഷാകർമ്മം പൂർത്തിയാക്കാൻ വേണ്ടി ദൈവപുത്രൻ മനുഷ്യപ്രകൃതി സ്വീകരിച്ചു എന്ന സത്യം പ്രകാശിപ്പിക്കുവാൻ മനുഷ്യാവതാരം എന്ന സംജ്ഞ സഭ ഉപയോഗിക്കുന്നു. വിശുദ്ധ പൗലോസ് ഉദ്ധരിക്കുന്ന ഒരു ഗീതത്തിലൂടെ സഭ മനുഷ്യാവതാര രഹസ്യം ആലപിക്കുന്നു. യേശുക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങളിലും ഉണ്ടാകട്ടെ. ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നെങ്കിലും അവിടുന്ന് ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല. തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിലായി തീർന്ന് ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു. മരണം വരെ, അതെ, കുരിശുമരണം വരെ അനുസരണമുള്ളവനായി തന്നെ താഴ്ത്തി. ഫിലിപ്പി 2-ാം അധ്യായം 5-8 തിരുവചനങ്ങൾ. ദൈവപുത്രന്റെ യഥാർത്ഥമായ മനുഷ്യാവതാരത്തിലുള്ള വിശ്വാസം ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ തനതായ അടയാളമാണ്. ഇതുമൂലം നിങ്ങൾ ദൈവാത്മാവിനെ അറിയും. യേശുക്രിസ്തു ശരീരം ധരിച്ചു എന്ന് ഏറ്റുപറയുന്ന ഏതൊരാത്മാവും ദൈവത്തിൽ നിന്നാണ്.
1 യോഹന്നാൻ 4:2. ആരംഭം മുതലേ സഭയുടെ ആഹ്ലാദ നിർഭരമായ ബോധ്യമാണിത്. നമ്മുടെ മതത്തിൻ്റെ മഹാരഹസ്യം സഭ ആലപിക്കുമ്പോൾ ഈ ബോധ്യം പ്രകാശിതമാകുന്നു. അവിടുന്ന് ശരീരത്തിൽ പ്രത്യക്ഷപ്പെട്ടു. 1 തിമോത്തി 3:16, CCC 463. ഞാൻ ദുരിതപൂർണനായ മനുഷ്യൻ എന്ന തലക്കെട്ടോടെ പ്രൊഫസർ CC ആലിസുകുട്ടി ആൻറ്റി രചിച്ച ലേഖനമാണ് അടുത്തത്. ഞാൻ ദുരിതപൂർണനായ മനുഷ്യൻ, പ്രൊഫസർ CC ആലിസുകുട്ടി. സൃഷ്ടിയുടെ അവസാനത്തിൽ താൻ സൃഷ്ടിച്ചതെല്ലാം വളരെ നല്ലത് എന്ന് ദൈവം കണ്ടു. ദൈവത്തിൻ്റെ രൂപത്തിലും ഛായയിലും പുരുഷനും സ്ത്രീയുമായി ദൈവമനുഷ്യ പങ്കാളിത്തത്തോടെ ദൈവത്തോട് സഹകരിക്കാനും നിസ്സഹകരിക്കാനുമുള്ള സ്വാതന്ത്ര്യം കൊടുത്ത് പ്രപഞ്ചത്തെ സംരക്ഷിക്കാനും വികസിപ്പിക്കാനുമുള്ള നിയോഗം നൽകി വലിയ പദ്ധതിയോടെ ദൈവം മനുഷ്യനെ പർദീസായിലാക്കി. ദൈവിക ജീവനിൽ പങ്കുകാരായി ദൈവത്തോടൊപ്പം അവിടുത്തെ ഹിതം നിരന്തരം തേടി അതനുസരിച്ച് സന്തോഷത്തിലും സമൃദ്ധിയിലും അവർ ജീവിച്ചു. അസൂയാലുവായ സാത്താൻ്റെ പ്രലോഭനത്തിനു വഴങ്ങി ദൈവം വിലക്കിയിരുന്ന അറിവിൻ്റെ വൃക്ഷത്തിൽ നിന്നുള്ള ഫലം ഭക്ഷിച്ചതുവഴി മനുഷ്യവംശം അന്ധകാരത്തിൻ്റെ ആധിപത്യത്തിലായി. ഈ സ്ഥിതിയിൽ ജീവന്റെ വൃക്ഷത്തിൽ നിന്നുകൂടി ഭക്ഷിക്കാനിടയായാൽ ഒരിക്കലും വീണ്ടെടുക്കാനാവാത്ത വിധം തകർന്ന അവസ്ഥയിൽ നിത്യമായി ജീവിച്ച് മനുഷ്യരും സാത്താനോടൊപ്പം നിത്യതയിലാകാതിരിക്കുവാൻ സ്നേഹം തന്നെയായ ദൈവം അവരെ പറുദീസായിൽ നിന്ന് പുറത്താക്കി. ദൈവസ്നേഹത്തിൻ്റെ അത്യുന്നത പ്രകാശനം, അവിടുത്തെ സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും ഔന്നത്യം എത്ര വലുത്! അധപ്പതിച്ച മാതാപിതാക്കൾക്ക് ജനിക്കുന്ന മക്കളെല്ലാം പാപാവസ്ഥയിലും ആണ് ജനിക്കുന്നത്. പാപത്തോടെയാണ് ഞാൻ പിറന്നത്, അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ ഞാൻ പാപിയാണ്. സങ്കീർത്തനം 51:5 എന്നുള്ള സങ്കീർത്തകന്റെ വിലാപം മനുഷ്യവംശം മുഴുവൻ്റെയും കരച്ചിലാണ്. പാപം ദൈവവുമായുള്ള നമ്മുടെ ബന്ധം തകർത്തു, ദൈവിക ജീവൻ നഷ്ടപ്പെട്ടു, മരണത്തിന് അവകാശികളായി, വ്യർത്ഥതയുടെ അടിമത്തത്തിൽ പ്രത്യാശ നഷ്ടപ്പെട്ട് ആന്തരികമായി വിലപിക്കുന്ന പാപാവസ്ഥയിലും നിസ്സഹായതയിലും മനുഷ്യനും പ്രപഞ്ചവും പെട്ടുപോയി. നാം ദൈവത്തിൽ നിന്നുള്ളവരാണെന്നും ലോകം മുഴുവൻ ദുഷ്ടന്റെ പിടിയിൽ കിടക്കുകയാണെന്നും നാം അറിയുന്നു. 1 യോഹന്നാൻ 5:19. ദൈവത്തോടും മറ്റുള്ളവരോടും പ്രപഞ്ചത്തോടും തന്നോട് തന്നെയുമുള്ള അകൽച്ച, ഭിന്നതകൾ, പരാതി, കുറ്റപ്പെടുത്തൽ, സ്വാർത്ഥത, കുറ്റബോധം, വെറുപ്പ്, ശത്രുത, അത്യാഗ്രഹം, വേദന എല്ലാം മനുഷ്യൻ്റെ അനുഭവമായി. തിന്മയുടെ സ്വാധീനം ബന്ധങ്ങളിലും സാമൂഹിക സംവിധാനങ്ങളിലും സ്ഥാപനങ്ങളിലും വ്യവസ്ഥിതികളിലും കാലാവസ്ഥയിലും ചുറ്റുപാടുകളിലും മറ്റെല്ലാ ജീവിത സാഹചര്യങ്ങളിലും നാം കാണുന്നു. രക്ഷാ വാഗ്ദാനം നൽകിയ ദൈവം മനുഷ്യ സഹകരണം പ്രതീക്ഷിച്ച് അത് ആവശ്യപ്പെട്ടുകൊണ്ട് അതേസമയം മനുഷ്യ സ്വാതന്ത്ര്യത്തെ അങ്ങേയറ്റം മാനിച്ചുകൊണ്ട് രക്ഷയോ നാശമോ തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം പോലും നിഷേധിക്കാതെ കാത്തു നിൽക്കുന്ന ചിത്രം പഴയ നിയമത്തിൽ ഉടനീളം നമ്മൾ കാണുന്നു. അതേസമയം നിരന്തരം വിലപിക്കുന്ന മനുഷ്യനെയും. നീർച്ചാൽ തേടുന്ന മാൻപേട പോലെ ദൈവമേ, എൻ്റെ ഹൃദയം അങ്ങയെ തേടുന്നു. സങ്കീർത്തനം 42:1. എൻ്റെ ആത്മാവ് അങ്ങേക്കായി ദാഹിക്കുന്നു. സങ്കീർത്തനം 63:1 എന്നിങ്ങനെ വിലപിക്കുന്ന സങ്കീർത്തകനും ദൈവമേ, നീ എന്നെ നിനക്കായി സൃഷ്ടിച്ചു, നിന്നിൽ മാത്രം ഞാൻ സംതൃപ്തി കണ്ടെത്തും എന്ന് വിലപിക്കുന്ന വിശുദ്ധ അഗസ്തീനോസും ഞാൻ ദുരിതപൂർണനായ മനുഷ്യൻ, മരണത്തിന് അധീനമായി ഈ ശരീരത്തിൽ നിന്ന് എന്നെ ആര് മോചിപ്പിക്കും, റോമ 7:24 എന്ന് കേഴുന്ന വിശുദ്ധ പൗലോസ് ശ്ലീഹായും ഒക്കെ തങ്ങളുടെ പാപാവസ്ഥയെ തിരിച്ചറിഞ്ഞ് വിലപിക്കുന്ന മാനവ വംശത്തിൻ്റെ പ്രതിനിധികളിൽ ചിലർ മാത്രമാണ്. നമ്മുടെ പാപാവസ്ഥയെയും നിസ്സഹായതയെയും ആഴത്തിൽ തിരിച്ചറിഞ്ഞ് ദൈവത്തിങ്കലേക്ക് നമുക്ക് തിരിയാം. എനിക്ക് സഹായം എവിടെ നിന്ന് വരും? ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവായ കർത്താവിൽ നിന്നാണ് എൻ്റെ സഹായം. സങ്കീർത്തകൻ 121:1-2 തിരുവചനങ്ങൾ. ഹൃദയം തൊടുന്ന ആലിസൂട്ടി ആൻറ്റിയുടെ മനോഹരമായ ഈ ലേഖനത്തിന് ശേഷം നാം കേൾക്കാൻ പോകുന്നത് ടോമിച്ചൻ പുല്ലൻ കാവുങ്കൽ രചിച്ച എന്നെ എത്ര തല്ലിയാലും ഞാൻ എൻ്റെ വിശ്വാസം ഉപേക്ഷിക്കില്ല, യേശു മസീദ് മേരാ സബ് കുച്ച് ഹേ എന്ന ലേഖനമാണ്. വടക്കേ ഇന്ത്യയിലെ ഒരു കൊച്ചു ഗ്രാമത്തിൽ നിന്ന് ആരംഭിച്ച രാഹുൽ എന്ന വ്യക്തിയുടെ ജീവിതം ഒരു ക്രിസ്ത്യാനി ആയിരിക്കാനുള്ള നിർഭയ സാക്ഷ്യത്തിൻ്റെ ജീവനുള്ള ഉദാഹരണമാണ്. ജനിച്ച മതത്തോടും കുടുംബ പാരമ്പര്യങ്ങളോടും കടുത്ത കൂറുള്ള ഒരു പ്രദേശമായിരുന്നു അത്. ഒരു രോഗസൗഖ്യത്തിലൂടെ ലഭിച്ച വിശ്വാസം സ്വന്തമാക്കുന്നത് തന്നെ ധൈര്യത്തിൻ്റെ പരീക്ഷയായിരുന്നുവെങ്കിലും അവൻ അതിൽ നിന്ന് പിന്നോക്കം മാറിയില്ല.
രാഹുൽ തൻ്റെ കുടുംബത്തിൽ എന്നല്ല ഗ്രാമത്തിൽ തന്നെ ആദ്യമായി ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ച ആളായിരുന്നു. എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട് രോഗാവസ്ഥയിൽ മരണാസന്നനായി കിടന്ന അവനെ ഗ്രാമത്തിലെ പതിവ് തെറ്റിക്കാതെ വീടുകളിൽ നിന്നും പണം തട്ടുന്ന മന്ത്രവാദികളുടെ മന്ത്രതന്ത്ര ചികിത്സകൾ നൽകി രക്ഷിക്കാൻ ശ്രമിച്ചുവെങ്കിലും ഫലവത്തായില്ല. ഒരു ദിവസം രാഹുലിൻ്റെ വീട്ടിൽ അവൻ മുൻപ് ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ഒരു വ്യക്തി വന്ന് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തൊട്ടു പ്രാർത്ഥിച്ചപ്പോൾ അവൻ പൂർണ്ണമായും സൗഖ്യം പ്രാപിച്ചു. ആരോഗ്യം വീണ്ടെടുത്ത അവൻ യേശുവിനെ അവൻ്റെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചു. ആ ദിവസം മുതൽ തന്നെ അവഗണനകളുടെയും വേദനകളുടെയും ഒരു ഒഴുക്കായിരുന്നു. പക്ഷേ അതൊന്നും അവൻ്റെ ആത്മീയ ഉണർവിനെ നിർവീര്യമാക്കാൻ പോരുന്നതായിരുന്നില്ല. കുടുംബത്തിൻ്റെ നിരാകരണം. രാഹുലിൻ്റെ മാതാപിതാക്കൾ അവൻ്റെ തീരുമാനം കേട്ടതു മുതലേ അത് വലിയ ഒരു വഞ്ചനയായി കരുതി. നീ നിന്റെ മതം മാറുന്നുവെങ്കിൽ നീ ഞങ്ങളുടെ മകനല്ല എന്നായിരുന്നു അച്ഛൻ്റെ ഉറച്ച നിലപാട്. തന്നെ പോറ്റി വളർത്തിയ കുടുംബം തന്നെ വാതിലുകൾ അടച്ചുപൂട്ടിയപ്പോൾ രാഹുലിൻ്റെ ഹൃദയം തകർന്നുവെങ്കിലും അവൻ്റെ ബുദ്ധിക്കതീതമായ ഇടപെടൽ നടത്തിയ യേശുക്രിസ്തുവിനെ വിട്ടുപേക്ഷിക്കുക അവനെ സംബന്ധിച്ച് അസാധ്യമായിരുന്നു. മാതാവും സഹോദരങ്ങളും അവനെ സംസാരിക്കാൻ പോലും അനുവദിച്ചില്ല. വീടിൻ്റെ ചുറ്റുപാടിൽ പോലും നിൽക്കാൻ അനുവദിക്കാതെ കുടുംബം നശിപ്പിക്കരുതെന്ന് പറഞ്ഞ് അവന് നിഷ്കരുണം അവർ പുറത്താക്കി. എന്നിരുന്നാലും ക്രിസ്തുവിൻ്റെ സ്നേഹോജ്വലമായ ഇടപെടലിൻ്റെ അനുഭവം അവൻ്റെ മനസ്സിനെ പിടിച്ചു നിർത്തി. സമൂഹത്തിൽ നിന്നുള്ള നിരന്തരമായ ഉപദ്രവങ്ങൾ വേറെയും ഒരിടത്തും ജോലി ചെയ്യാൻ അനുവദിക്കാത്ത അവസ്ഥയിൽ അവൻ പൂർണ്ണമായും ഒറ്റപ്പെട്ടു. മതപരിവർത്തനം കുറ്റകരമായി കാണുന്ന ചിലർ രാഹുലിനെതിരായി തുടർച്ചയായി സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരുന്നു. ചെല്ലുന്ന ഇടങ്ങളിലെല്ലാം സ്ഥിരമായി അപമാനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നു. ഗ്രാമത്തിൽ പൊതുവെ അപകീർത്തി പരത്തൽ, ചിലപ്പോൾ നേരിട്ടുള്ള ഭീഷണികളും ആക്രമണ ശ്രമങ്ങളും. അങ്ങനെ രാഹുൽ പ്രതിദിനം ഭയത്തിനടിപ്പെട്ട് കഴിയേണ്ടി വന്നു. കയ്യിൽ സൂക്ഷിച്ചിരുന്ന ബൈബിൾ ചിലർ ചേർന്ന് കത്തിച്ചു കളഞ്ഞു. മൊബൈലിൽ ഡൗൺലോഡ് ചെയ്തു വെച്ചിരുന്ന ബൈബിൾ ആപ്പ് കണ്ടെത്തിയവർ മൊബൈൽ ഫോൺ തന്നെ നശിപ്പിച്ചു കളഞ്ഞു. എന്നാൽ എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. നിങ്ങൾ ആനന്ദിച്ചാഹ്ലാദിക്കുവിൻ, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. മത്തായിയുടെ സുവിശേഷം 5:11-12 എന്ന യേശുവിൻ്റെ വാക്കുകൾ അവൻ്റെ ആന്തരിക ശക്തി 10 മടങ്ങ് വർദ്ധിപ്പിച്ചു. ഭാര്യയെയും മക്കളെയും ഭീഷണിപ്പെടുത്തി അവനിൽ നിന്ന് അകറ്റി. തുടക്കത്തിൽ ഒപ്പം നിന്ന ഭാര്യ ഒടുവിൽ കുടുംബത്തിൻ്റെയും നാട്ടുകാരുടെയും സമ്മർദ്ദത്തിന് വഴങ്ങി. അവൾ പറഞ്ഞ വാക്കുകൾ രാഹുലിൻ്റെ ഹൃദയത്തെ ആഴത്തിൽ വേദനിപ്പിച്ചു. നിങ്ങളുടെ വിശ്വാസം കാരണം ഞങ്ങളുടെ ജീവിതം നശിപ്പിച്ചു. ഞാൻ എൻ്റെ മാതാപിതാക്കളുടെ അടുത്തേക്ക് മടങ്ങുകയാണ്. കുഞ്ഞുങ്ങളുമായി അവൾ നടന്നു നീങ്ങിയപ്പോൾ ഭൂമി പിളരുന്ന പ്രതീതിയായിരുന്നു. ഒറ്റപ്പെടലും അവഗണനകളും അവൻ്റെ ദൈവാശ്രയത്തെ ദൃഢപ്പെടുത്തി. അവൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു: കർത്താവേ, ഞാൻ ഒറ്റപ്പെട്ടിട്ടില്ലെന്ന് നീ എനിക്ക് ഉറപ്പാക്കി തരിക. അധികം താമസിയാതെ കുറച്ച് നല്ല വിശ്വാസികളുടെ കൂട്ടായ്മയിൽ അവൻ എത്തിച്ചേർന്നു. ഖർ വാപ്പസിയുടെ ക്രൂരതകൾ അനുഭവിച്ചവരുടെ കൂട്ടായ്മ അവന് ആത്മവിശ്വാസം പകർന്നു. അവർ രാഹുലിൻ്റെ കുടുംബവും കരുത്തുമായി മാറി. അവൻ വചനം സംസാരിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും ദൈവം അടയാളങ്ങളിലൂടെ വചനം സ്ഥിരീകരിച്ചു തുടങ്ങി. പലരുടെയും രോഗങ്ങൾ സുഖപ്പെടാൻ തുടങ്ങി. ക്രമേണ കാര്യങ്ങൾ മാറി വന്നു. ജോബിന് നഷ്ടപ്പെട്ടതെല്ലാം തിരികെ നൽകപ്പെട്ടതുപോലെ രാഹുലിന് നഷ്ടമായതെല്ലാം ഒന്നൊന്നായി തിരികെ ലഭിക്കാൻ തുടങ്ങി. വിശ്വാസം ഏറ്റുപറഞ്ഞ് രാഹുലിൻ്റെ കുടുംബം മടങ്ങി വന്നു. നഷ്ടപ്പെട്ട സമ്പത്തും ക്രമേണ തിരികെ കിട്ടി. തൻ്റെ വേദനകളെ സാക്ഷ്യമാക്കി മാറ്റിയ മനുഷ്യൻ ഇന്നു രാഹുൽ ആ പ്രദേശത്ത് തന്നെ ഒരിക്കൽ ഉപദ്രവിച്ചവരുടെ ആത്മാക്കളെ വീണ്ടെടുക്കുന്ന ധൈര്യത്തിൻ്റെ, സത്യസാക്ഷ്യത്തിൻ്റെ, ക്ഷമയുടെ പ്രതീകമായി മാറിയിരിക്കുകയാണ്. തൻ്റെ വേദനയുടെ കഥയിലൂടെ അതേ പരീക്ഷണങ്ങൾ നേരിടുന്ന പലർക്കും പ്രത്യാശ പകരുകയാണ്. അവൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: എന്നെ എല്ലാവരും വിട്ടുപോയെങ്കിലും ക്രിസ്തു എന്നോടൊപ്പം നിന്നു. അതാണ് എൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹവും ശക്തിയും. അത്യന്തം ഹൃദയസ്പർശിയായ ഈ ലേഖനത്തിന് ശേഷം തുടർന്ന് വരുന്ന ലേഖനം നിഷേധത്തിൽ നിന്ന് സാക്ഷിത്വത്തിലേക്ക്. ലേഖനം തയ്യാറാക്കിയിരിക്കുന്നത് ഡോക്ടർ കാർമലി ജോൺ കൂട്ടുങ്കൽ. രക്ഷകനും കർത്താവുമായ യേശുവിനോട് ആഴത്തിൽ അടുക്കാനും അവിടുത്തെ സ്നേഹം അനുഭവിച്ചറിയാനും ജീവിതത്തെ വിശുദ്ധീകരിക്കാനുമുള്ള വിളിയിലേക്കാണ് അപ്പസ്തോലന്മാരുടെ ജീവിതം നമ്മെ നയിക്കുന്നത്. സുവിശേഷങ്ങളിൽ കാണുന്ന സംഭവങ്ങൾ ഇന്നത്തെ മനുഷ്യജീവിതത്തിൻ്റെ പ്രതിബിംബങ്ങളാണ്. പ്രലോഭനവും ഭയവും തകർച്ചയും പ്രത്യാശയും അന്നും ഇന്നും ഒരുപോലെ തന്നെയാണ്. വിശുദ്ധ പത്രോസിൻ്റെ ജീവിതം നമ്മൾ അറിഞ്ഞ നിത്യസത്യങ്ങളിലൂടെ കടന്നു പോകുന്ന
ഒരു ആത്മീയ യാത്രയാണെന്ന് കാണാം. ദൈവസ്നേഹം, പാപാവസ്ഥ, യേശു രക്ഷകൻ, വിശ്വാസവും മാനസാന്തരവും, പരിശുദ്ധാത്മാവ്, കൂട്ടായ്മ, സുവിശേഷ പ്രഘോഷണം. ഗലീലിയിലെ കടൽ തീരത്ത് വല നന്നാക്കിക്കൊണ്ടിരുന്ന സാധാരണ മത്സ്യത്തൊഴിലാളിയായ പത്രോസിനെ എന്നെ അനുഗമിക്കൂ എന്ന യേശുവിൻ്റെ വിളി സ്പർശിച്ചു. യേശുവിനോടൊപ്പം നടന്നപ്പോൾ അവൻ സ്നേഹവും വിശ്വാസവും അനുഭവിച്ചു. അത്ഭുതങ്ങൾ കണ്ടു. കടലിനു മീതെ നടന്നപ്പോൾ ധൈര്യപ്പെട്ട അവൻ തിരമാലകളിലേക്ക് നോക്കിയ നിമിഷം മുങ്ങിത്തുടങ്ങി. അപ്പോൾ അവൻ തിരിച്ചറിഞ്ഞു, യേശുവിൽ നിന്ന് കണ്ണെടുക്കുമ്പോഴാണ് മനുഷ്യൻ മുങ്ങിത്താഴാൻ തുടങ്ങുന്നത്. കുരിശിൻ്റെ വഴി അംഗീകരിക്കാൻ പത്രോസിന് ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ സംഭവിക്കരുതേ എന്ന് പറഞ്ഞ അവനോട് യേശു പറഞ്ഞു, നിന്റെ ചിന്ത ദൈവികമല്ല, മാനുഷികമാണ്. കുരിശില്ലാത്ത രക്ഷയാണ് അവൻ ആഗ്രഹിച്ചത്. കുരിശിൻ്റെ രാത്രിയിൽ അവൻ്റെ ബലഹീനത കൂടുതൽ വെളിപ്പെട്ടു. ഞാൻ ജീവൻ പോലും നൽകുമെന്ന് പറഞ്ഞ ശിഷ്യൻ ഒരു വേലക്കാരിയുടെ മുമ്പിൽ യേശുവിനെ 3 തവണ തള്ളിപ്പറഞ്ഞു. കോഴി കൂവിയ നിമിഷം യേശുവിൻ്റെ കരുണ നിറഞ്ഞ നോട്ടം അവനെ തേടിയെത്തി. അപ്പോൾ പത്രോസ് മനസ്സിലാക്കി, ഞാൻ അവനെ തള്ളിപ്പറഞ്ഞു, എന്നിട്ടും അവൻ എന്നെ തള്ളിയില്ല. ഉദ്ധിതനായ ക്രിസ്തു അവനെ വീണ്ടും ഉയർത്തി. നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന 3 തവണ ആവർത്തിച്ച ചോദ്യം അവൻ തള്ളിപ്പറഞ്ഞതിൻ്റെ ഓർമ്മപ്പെടുത്തൽ മാത്രമല്ലായിരുന്നു, മറിച്ച് കൂട്ടായ്മയിൽ നിർവഹിക്കപ്പെടേണ്ട വലിയ ഉത്തരവാദിത്വത്തിലേക്കുള്ള സ്നേഹപൂർവമായ ആഹ്വാനമായിരുന്നു. പെന്തക്കോസ്താ ദിനത്തിൽ പരിശുദ്ധാത്മാവ് അവനിൽ അഗ്നിയായി നിറഞ്ഞപ്പോൾ ഒരിക്കൽ ഭയന്ന് ഒളിച്ച മനുഷ്യൻ ജനക്കൂട്ടങ്ങളുടെ മുമ്പിൽ ധൈര്യത്തോടെ സുവിശേഷം പ്രഘോഷിക്കുന്നു. ഒരിക്കൽ മീൻ പിടിച്ചിരുന്ന കൈകൾ ഇപ്പോൾ മനുഷ്യഹൃദയങ്ങളെ ദൈവത്തിലേക്ക് ചേർത്ത് പിടിക്കുന്നു. പത്രോസിൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് ഇതാണ്. ദൈവസ്നേഹം മനുഷ്യനെ വിളിക്കുന്നു, പാപം അവനെ തകർക്കുന്നു, കുരിശ് അവനെ രക്ഷിക്കുന്നു, മാനസാന്തരം അവനെ മടക്കിക്കൊണ്ടുവരുന്നു, പരിശുദ്ധാത്മാവ് അവനെ പുതുക്കുന്നു, കൂട്ടായ്മ അവനെ ശക്തിപ്പെടുത്തുന്നു, സുവിശേഷം അവനെ സാക്ഷിയാക്കുന്നു. ദൈവം തിരഞ്ഞെടുക്കുന്നത് ഒരിക്കലും വീഴാത്തവരെയല്ല, വീണിട്ടും കണ്ണുനീരോടെ വീണ്ടും അവിടുത്തെ കൈ പിടിക്കാൻ തയ്യാറാകുന്ന ഹൃദയങ്ങളെയാണ്. നിഷേധത്തിൽ നിന്ന് സാക്ഷിത്വത്തിലേക്കുള്ള യാത്രയുടെ ശക്തി മനുഷ്യൻ്റെ കഴിവല്ല, ദൈവത്തിൻ്റെ അനന്തമായ കരുണയാണ്. തുടർന്ന് ജീവൻ ജ്യോതി സുവിശേഷ പ്രഘോഷക പരിശീലന ക്യാമ്പിൻ്റെ ചിത്രമടങ്ങിയ ഒരു റിപ്പോർട്ടാണ്. സീറോ മലബാർ സഭയുടെ ആത്മായ മിഷണറി പ്രസ്ഥാനമായ ജീവൻ ജ്യോതിയുടെ ആഭിമുഖ്യത്തിൽ സുവിശേഷ പ്രഘോഷകർക്കായി 2026 മെയ് 12 മുതൽ 16 വരെ കാക്കനാട് മൗണ്ട് സെയിൻറ്റ് തോമസിൽ വെച്ച് 4 ദിവസത്തെ റെസിഡൻഷ്യൽ പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചു. സീറോ മലബാർ സഭയുടെ വിവിധ രൂപതകളിൽ നിന്നായി സന്യാസിനികൾ ഉൾപ്പെടെ 52 മിഷണറിമാർ പരിശീലനത്തിൽ പങ്കെടുത്തു. റിട്ടയർഡ് പ്രൊഫസർ CC ആലിസുകുട്ടിയുടെ നേതൃത്വത്തിൽ ശ്രീ ടോമിച്ചൻ പുല്ലൻ കാവുങ്കൽ, ശ്രീ അഗസ്റ്റിൻ ആലഞ്ചേരി, ശ്രീമതി സീന ക്ലീറ്റസ് എന്നിവർ ഉൾപ്പെട്ട മിസിയോ ടീമാണ് പരിശീലന പരിപാടികൾക്ക് നേതൃത്വം നൽകിയത്. 2026 മെയ് 12 ചൊവ്വാഴ്ച വൈകുന്നേരം 4 മണിക്ക് പ്രാർത്ഥനയോടെ പരിശീലന ക്യാമ്പ് ആരംഭിച്ചു. ജീവൻ ജ്യോതി കമ്മീഷൻ സെക്രട്ടറി ഫാദർ ഫ്രാൻസിസ് എലുവത്തിങ്കൽ, അഡ്ഹോക് കമ്മിറ്റി അംഗം ശ്രീ KK ജോസഫ് എന്നിവർ പരിശീലന പരിപാടിയുടെ ഉദ്ദേശ്യ ലക്ഷ്യങ്ങൾ വിശദീകരിച്ചു. പരിശീലനത്തിൻ്റെ ആദ്യ സെഷനിൽ റിസോഴ്സ് ടീം ലീഡർ CC ആലിസുകുട്ടി കെറിഗ്മ എന്ന സുവിശേഷ പ്രഘോഷണത്തിൻ്റെ അടിസ്ഥാന ആശയം വിശദമായി അവതരിപ്പിച്ചു. സുവിശേഷത്തിൻ്റെ അടിസ്ഥാനവും എന്നും പ്രഘോഷിക്കപ്പെടേണ്ടതുമായ 7 നിത്യസത്യങ്ങളെ ആസ്പദമാക്കി സമ്പൂർണ്ണ സുവിശേഷം എങ്ങനെ ലളിതമായി പ്രഘോഷിക്കാമെന്ന് ഈ ദിവസങ്ങളിലെ ക്ലാസ്സുകളിലൂടെ വിശദീകരിച്ചു. 4 ദിവസങ്ങളിലായി 7 നിത്യസത്യങ്ങൾ ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലായി ഏകദേശം 30 സെഷനുകൾ നടന്നു. 7 നിത്യസത്യങ്ങൾ. 1. ദൈവം നമ്മെ സ്നേഹിക്കുന്നു. ദൈവം ഓരോ മനുഷ്യനെയും വ്യവസ്ഥകളില്ലാതെ അനന്തമായി സ്നേഹിക്കുന്നുവെന്നും ആ ദൈവസ്നേഹം വ്യക്തിപരമായി അനുഭവിച്ചറിഞ്ഞ് മറ്റുള്ളവരുമായി പങ്കുവെച്ച് സ്നേഹ സമൂഹമായി ജീവിക്കണമെന്നതാണ് ദൈവിക പദ്ധതിയെന്നും വിശദീകരിച്ചു. 2. പാപാവസ്ഥ. ആദ്യ മാതാപിതാക്കളുടെ അനുസരണക്കേട് മൂലം മനുഷ്യരാശി പാപാവസ്ഥയിലായതും പാപം മനുഷ്യജീവിതത്തെ എങ്ങനെ ബാധിക്കുന്നുവെന്നും തിരുവചനങ്ങളുടെയും സഭാ പഠനങ്ങളുടെയും അടിസ്ഥാനത്തിൽ അവതരിപ്പിച്ചു. 3. യേശു രക്ഷകൻ. മനുഷ്യരാശിയുടെ രക്ഷയ്ക്കായി ദൈവപുത്രനായ യേശു ലോകത്തിലേക്ക് വന്നതും മനുഷ്യരുടെ പാപപരിഹാരത്തിനായി കുരിശിൽ മരിച്ചതും അവിടുത്തെ രക്ഷ ഇന്ന് ഓരോരുത്തർക്കും എങ്ങനെ സ്വന്തം അനുഭവമാക്കാമെന്നതും വിശദീകരിച്ചു. 4.
വിശ്വാസവും മാനസാന്തരവും. യേശു എൻ്റെ രക്ഷകനാണെന്ന് വിശ്വസിക്കുകയും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ച് മാനസാന്തരപ്പെടുകയും യേശുവിനെ കർത്താവായി ഏറ്റുപറയുകയും ചെയ്യുന്നവർ രക്ഷ പ്രാപിക്കുമെന്ന തിരുവചന സന്ദേശം അവതരിപ്പിച്ചു. 5. പരിശുദ്ധാത്മാവ്. യേശുവിനെ വിശ്വസിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ ദൈവം നൽകുന്നുവെന്നും പരിശുദ്ധാത്മാവിലൂടെ ദൈവമക്കളായി രൂപാന്തരപ്പെടുന്ന അനുഭവം ലഭിക്കുമെന്നും പഠിപ്പിച്ചു. 6. സ്നേഹക്കൂട്ടായ്മ. ദൈവസ്നേഹം അനുഭവിച്ചറിഞ്ഞവർ ദൈവസ്നേഹ കൂട്ടായ്മയുടെ ഭാഗമായി സ്വയം ആത്മീയ വളർച്ച പ്രാപിക്കുകയും മറ്റുള്ളവരെ വളർത്തുകയും ചെയ്യണമെന്ന് ഓർമ്മിപ്പിച്ചു. 7. സുവിശേഷ പ്രഘോഷണം. ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രഘോഷിക്കുവിൻ എന്ന യേശുവിൻ്റെ മഹാകൽപ്പനയുടെ അടിസ്ഥാനത്തിൽ സുവിശേഷ പ്രഘോഷണത്തിൻ്റെ ആവശ്യകതയും പ്രാധാന്യവും വിശദീകരിച്ചു. ഓരോ സുവിശേഷ പ്രഘോഷണത്തിലും ഈ 7 നിത്യസത്യങ്ങൾ ഉൾപ്പെടേണ്ടതിൻ്റെ ആവശ്യകതയും എടുത്തു പറഞ്ഞു. തുടർന്ന് തിരുവചനങ്ങൾ, സഭാപഠനങ്ങൾ, കത്തോലിക്ക സഭയുടെ മതബോധനം CCC, സഭയുടെ അപ്പസ്തോലിക പ്രബോധനങ്ങൾ, ചാക്രിക ലേഖനങ്ങൾ എന്നിവയുടെ അടിസ്ഥാനത്തിൽ വിവിധ സെഷനുകൾ നടന്നു. പ്രത്യേകിച്ച് ഇവാഞ്ചലി നൂഷിയാന്തി, എക്ലേഷ്യ ഇൻ ഏഷ്യ, റെഡംറ്റോറിസ് മിസിയോ എന്നീ സഭാരേഖകളെ അടിസ്ഥാനമാക്കിയുള്ള പഠനങ്ങൾ ശ്രദ്ധേയമായി. സുവിശേഷ പ്രഘോഷകർക്ക് ഉണ്ടായിരിക്കേണ്ട 4 അടിസ്ഥാന വ്യവസ്ഥകൾ പ്രത്യേകമായി അവതരിപ്പിച്ചു. 1. രക്ഷയുടെ അനുഭവം, എക്സ്പീരിയൻസ് ഓഫ് സാൽവേഷൻ. 2. സുവിശേഷത്തിനായുള്ള തീക്ഷ്ണത, സീൽ ഫോർ ദ ഗോസ്പൽ. 3. യാഥാർത്ഥ്യബോധവും സ്ഥലകാല സാംസ്കാരിക അവബോധവും, അവയർനെസ് ഓഫ് ദ ടോട്ടൽ റിയാലിറ്റി. 4. സുവിശേഷ ജീവിതം, ലീവ് ദ ഗോസ്പൽ. ഞാനെന്ന 5-ാം സുവിശേഷമാകുക എന്ന ആഹ്വാനത്തോടെ യേശുവിൻ്റെ സുവിശേഷ പ്രഘോഷണ രീതി, ശിഷ്യന്മാരുടെ പ്രഘോഷണ ശൈലി, പ്രഘോഷണത്തിൻ്റെ ഉള്ളടക്കം, ഉദ്ദേശശുദ്ധി, ഫലങ്ങൾ എന്നിവയെക്കുറിച്ചും ഇന്നത്തെ കാലഘട്ടത്തിൽ കെറിഗ്മ എങ്ങനെ ഫലപ്രദമായി അവതരിപ്പിക്കാമെന്നതിനെക്കുറിച്ചും മിസിയോ ടീം വിശദമായ ക്ലാസുകൾ നയിച്ചു. ഓരോ ദിവസവും വ്യക്തിപരമായ പ്രാർത്ഥന, ദിവ്യബലി, ആരാധന, ഗ്രൂപ്പ് ഷെയറിംഗ്, വ്യക്തിപരമായ വിചിന്തനം എന്നിവയും പരിശീലനത്തിൻ്റെ ഭാഗമായിരുന്നു. പരിശീലനത്തിലൂടെ പഠിച്ച കെറിഗ്മ ഗ്രൂപ്പുകളായി തിരിഞ്ഞ് അവതരിപ്പിക്കുകയും കൂടുതൽ ആത്മവിശ്വാസത്തോടെയും വ്യക്തതയോടെയും സുവിശേഷം പ്രഘോഷിക്കാൻ കഴിഞ്ഞുവെന്ന അനുഭവം പങ്കുവയ്ക്കുകയും ചെയ്തു. 2026 മെയ് 16 പരിശീലന ക്യാമ്പിൻ്റെ സമാപന ദിനത്തിൽ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവിൻ്റെ കാർമ്മികത്വത്തിൽ ദിവ്യബലി അർപ്പിച്ചു. തുടർന്ന് എല്ലാ അംഗങ്ങൾക്കും ആശീർവാദം നൽകി. പ്രഭാത ഭക്ഷണത്തിന് ശേഷം അവലോകന സെഷനും നടന്നു. തുടർന്ന് ജീവൻ ജ്യോതി സെക്രട്ടറി ഫാദർ ഫ്രാൻസിസ് എലുവത്തുങ്കൽ റിസോഴ്സ് ടീം അംഗങ്ങൾക്കും പങ്കെടുത്ത നവ മിഷണറിമാർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് പരിശീലന പരിപാടി സമാപിച്ചതായി പ്രഖ്യാപിച്ചു. അടുത്തത് ചില മിസിയോ വാർത്തകളാണ്. മെയ് 18 മുതൽ 23 വരെ മിസിയോ ഭവനിൽ നടന്ന ഇംഗ്ലീഷ് കോഴ്സിൽ നിന്നുള്ള ഒരു ചിത്രം നൽകിയിട്ടുണ്ട്. കൂടാതെ മെയ് 11 മുതൽ 16 വരെ മിസിയോ ഭവനിൽ നടത്തപ്പെട്ട മലയാളം കോഴ്സിൽ നിന്നുമുള്ള ഒരു ദൃശ്യവും കൊടുത്തിരിക്കുന്നു. ഒപ്പം മറ്റൊരു ചിത്രം നൽകിയിരിക്കുന്നത് മെയ് 4 മുതൽ 9 വരെ ജഗദൽപൂരിൽ നടത്തിയ ഹിന്ദി മിസിയോ കോഴ്സിൽ നിന്നുമാണ്. മിസിയോ പ്രിലിംസ് ഓൺലൈൻ കോഴ്സ് 10 ആഴ്ച നീളുന്ന മിസിയോ പ്രിലിംസ് ഓൺലൈൻ കോഴ്സിൻ്റെ 20ാമത്തെ ബാച്ച് 2026 ഏപ്രിൽ 18 ആരംഭിച്ചതും 500 പേർക്ക് പങ്കെടുക്കാവുന്ന ഓൺലൈൻ സൗകര്യങ്ങൾ ആണ് ഉള്ളത്. സുവിശേഷ സാക്ഷ്യം നൽകി മുന്നോട്ട് നയിക്കുവാൻ, മാമോദീസ സ്വീകരിച്ച് എല്ലാവരെയും നയിക്കുക എന്ന ലക്ഷ്യത്തോടെ നടത്തപ്പെടുന്നതാണ് മിസിയോ ഓൺലൈൻ കോഴ്സ്. എല്ലാ ശനിയാഴ്ചകളിലും വൈകിട്ട് 7:30 ജപമാലയോടുകൂടി സെഷൻ ആരംഭിക്കുന്നതുമായ വാർത്ത നൽകിയിട്ടുണ്ട്. എല്ലാ മാസവും കറുകുറ്റി മിസിയോ ഭവനിൽ വെച്ച് 6 ദിവസം നീണ്ടു നിൽക്കുന്ന മിസിയോ റെസിഡൻഷ്യൽ കോഴ്സ് നടത്തപ്പെടുന്ന ഒരു വാർത്തയും നൽകിയിട്ടുണ്ട്. അടുത്ത കോഴ്സ് ജൂൺ 15 മുതൽ 20 വരെയാണ് നടത്തപ്പെടുന്നത്. സുവിശേഷമേകുവാൻ പരിശീലിപ്പിക്കുന്ന ഒരു കോഴ്സാണിത്. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ബുക്കിങ്ങിനായി താഴെ കൊടുത്തിരിക്കുന്ന നമ്പറുകളിൽ ബന്ധപ്പെടണമെന്നും വാർത്തയിൽ പറയുന്നു. 7012574557. മറ്റൊരു നമ്പർ കൂടിയുണ്ട്, 90 61 95 42 30. മിസിയോ ഔട്ട്റീച്ച് കോഴ്സുകളെക്കുറിച്ചുള്ള ഒരു വാർത്തയും നൽകിയിരിക്കുന്നു. ജൂൺ 8 മുതൽ 13 വരെയുള്ള തീയതികളിൽ തൊടുപുഴ സേവിയേഴ്സ് ഹോമിൽ രാവിലെ 9 മുതൽ വൈകുന്നേരം 4:30 വരെ മിസിയോ കോഴ്സ് നടത്തപ്പെടുന്നു. പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ താഴെ പറയുന്ന ഏതെങ്കിലും നമ്പറിൽ ബന്ധപ്പെടുക. 9526038446. മറ്റൊരു നമ്പർ 8921853500.
നിങ്ങളുടെ ഇടവകകളിലോ ഏതെങ്കിലും ധ്യാന കേന്ദ്രങ്ങളിലോ 6 ദിവസം നീണ്ടു നിൽക്കുന്ന മിസിയോ കോഴ്സ് നടത്തുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ താഴെ കൊടുക്കുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. മിസിയോ ടീം അവിടെ വന്ന് കോഴ്സ് നടത്തി തരുന്നതാണ്. ഫോൺ നമ്പർ 9061954230. ഒരു നമ്പർ കൂടിയുണ്ട്, 701-257-4557. വായനക്കാരുടെ ഇടം എന്ന പേരിൽ ഒരു ന്യൂസുണ്ട്. പ്രിയപ്പെട്ടവരെ, മിസിയോ വൈബ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും ക്രിയാത്മക നിർദ്ദേശങ്ങളും വിമർശനങ്ങളും സന്തോഷവും പങ്കുവയ്ക്കാൻ ഇതാ ഒരു അവസരം. നിങ്ങളെ കേൾക്കാൻ മിസിയോ ടീം ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ പ്രതികരണങ്ങൾ താഴെ കാണുന്ന ഇമെയിൽ അഡ്രസ്സിലേക്ക് അയക്കുമല്ലോ. അടുത്തു വരുന്ന ലക്കങ്ങളിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഏതാനും പ്രതികരണങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതുമാണ്. അയക്കേണ്ട ഇമെയിൽ ID കൊടുത്തിട്ടുണ്ട്, misiovibes@gmail.com. തുടർന്ന് വരുന്ന വാർത്ത മിസിയോ ടീം നടത്തുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളെക്കുറിച്ചും സാമ്പത്തിക സഹായത്തെക്കുറിച്ചുമുള്ളതാണ്. മിസിയോയിലൂടെ ദൈവം നടത്തുന്ന പ്രേക്ഷിത പ്രവർത്തനങ്ങൾക്ക് കൈത്താങ്ങാകുവാൻ, പിന്തുണ നൽകുവാൻ താല്പര്യമുള്ളവർക്ക് തങ്ങളുടെ ദശാംശം താഴെ കൊടുത്തിരിക്കുന്ന അക്കൗണ്ട് നമ്പറിലേക്ക് അയച്ചിട്ട് ഒരു സ്ക്രീൻഷോട്ട് ഉത്തരവാദിത്തപ്പെട്ട ആർക്കെങ്കിലും അയച്ചു നൽകണമെന്ന് അപേക്ഷിക്കുന്നു. അക്കൗണ്ട് നമ്പർ 101-201-0042-6273. IFSC കോഡ് FDRL 000112. ഫെഡറൽ ബാങ്ക്, കളമശ്ശേരി ബ്രാഞ്ച്. മിസിയോ ടീമിൻ്റെ ഈ മുഖപത്ര വായന ഇവിടെ അവസാനിക്കുകയാണ്. മിസിയോ ടീമിൻ്റെ ഈ മുഖപത്രത്തിനു വേണ്ടി പിന്നിലും മുന്നിലും സഹകരണം കൊണ്ടും നിർദ്ദേശങ്ങൾ കൊണ്ടും സഹായിക്കുന്നവർ ഏറെയാണ്. ഏവർക്കും നന്ദി.